ഇപ്പോൾ നിങ്ങൾ കണ്ടതുപോലത്തെ ടെസ്റ്റ് നമുക്ക് ഇമേജിനകത്ത് അല്ലെങ്കിൽ വീഡിയോയ്ക്കകത്ത് എങ്ങനെ ആഡ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ക്യാൻവ വന്ന ശേഷം ഇവിടെ വീഡിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് നമുക്കിവിടെ ക്രിയേറ്റ് ബ്ലാങ്ക്, നമ്മളൊരു ബ്ലാങ്ക് പേജിലാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ക്രിയേറ്റ് ബ്ലാങ്ക് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് ഇമേജ് വേണം. അപ്പോൾ നിങ്ങൾക്ക് പിക്സബേന്നോ അവിടുന്ന് എവിടെന്നെങ്കിലും നിങ്ങൾക്ക് ഇമേജ് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് ക്യാൻവയ്ക്കകത്ത് തന്നെ നിങ്ങൾ അടിച്ചു കൊടുക്കുക, എന്തെങ്കിലും അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ട്രാവലിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ മേക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി ഞാൻ ട്രാവലിന് അടിച്ചു കൊടുത്തു. ട്രാവലിന് അടിച്ചു കൊടുത്തായിട്ട് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് ഇഷ്ടംപോലെ ഫോട്ടോസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് ആ ഫോട്ടോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിക്സബേ പോലത്തെ സൈറ്റുകളിലേക്ക് നിങ്ങൾക്ക് പിക്സബേ അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇമേജ് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് നിന്ന് ഒരു ഇമേജ് ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു ഇമേജ് എടുത്ത് കാണിക്കുവാണ്. അതുപോലെ തന്നെ ഞാൻ ഇമേജിനകത്തും അതുപോലെ തന്നെ വീഡിയോക്കകത്ത് എങ്ങനെ ആഡ് ചെയ്യാം എന്നതിനും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം ആദ്യമേ നമ്മൾ ഇമേജ് ആഡ് ചെയ്ത ശേഷം അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. നമുക്ക് അതിനുവേണ്ടി ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ആ ഇമേജ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുവാണ്. ഇവിടെ കണ്ടോ, ഡ്യൂപ്ലിക്കേറ്റ് ഡിലീറ്റിൻ്റെ ഇപ്പുറത്ത് ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അത് 2 ഇമേജ് ആയിട്ട് വന്നിട്ടുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ശേഷം അതിൻ്റെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് എടുത്ത ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യണം. അതിനകത്താണ് നമുക്ക് ടെസ്റ്റ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അത് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, അതായത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത രണ്ടാമത്തെ ബാക്ക്ഗ്രൗണ്ട് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. കണ്ടോ, ഇവിടെ നോക്കി കാണാൻ സാധിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ടെസ്റ്റ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ സൈസ് നമുക്ക് കറക്റ്റ് ആക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ നോക്കുക സൈസ്. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഫിറ്റ് ആകുന്ന രീതി നമ്മൾ അതിൻ്റെ സൈസ് കറക്റ്റാക്കി എടുക്കുക. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഇമേജിൻ്റെ നമ്മൾ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ഇമേജിൻ്റെ നമുക്ക് ഇതുപോലെ തന്നെ കറക്റ്റ് സൈസ് നമുക്ക് നോക്കാം. ആ സൈസ് കറക്റ്റായിട്ട് തന്നെ മാച്ച് ആകുന്ന രീതിയിൽ തന്നെ നമുക്ക് ഡ്രാഗ് ചെയ്ത് കറക്റ്റാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പം ഏകദേശം നമ്മുടെ കറക്റ്റായിട്ട് മാച്ച് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ടെസ്റ്റ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിങ്ങൾക്ക് ടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ടെസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ എന്താണ്, അതായത് ആ ഇമേജിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്താണ് വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ടെസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ടെസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ ഇവിടെ ഹൈക്കിംഗ് ജസ്റ്റ് അടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് അടിച്ചു കൊടുക്കേണ്ടത് അത് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇവിടെ ആഡ് ഹെഡിംഗ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഞാൻ ഹൈക്കിംഗ് അടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ ബ്ലാക്ക് കളറിലാണ് വരുന്നിരിക്കുന്നത്. അതിൻ്റെ കളർ നമുക്ക് മാറ്റാം. നമുക്ക് വൈറ്റ് കളർ സെലക്ട് ചെയ്യാം. അപ്പം അതിനുവേണ്ടി താഴെയായിട്ട് ഇവിടെ വൈറ്റ് കളർ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇതിനെ നിങ്ങൾക്ക് ഇപ്പം അതിൻ്റെ ഫോണ്ട് നിങ്ങൾക്ക് മാറ്റാം. അപ്പോൾ ഞാൻ പോപ്പിൻസ് പറഞ്ഞ ഫോണ്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് പോപ്പിൻസ് ഇവിടെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫോണ്ട് വേണമെങ്കിലും അട്രാക്റ്റീവായിട്ടുള്ള ഏത് ഫോണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്ത ആ ടെസ്റ്റിന് നമുക്ക് എഫക്റ്റ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എഫക്ട്സ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ആനിമേറ്റിന് തൊട്ട് മുമ്പുള്ള എഫക്ട്സ് എന്നുള്ള ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിനകത്ത് വേണമെങ്കിൽ ഷാഡോ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് ആനിമേറ്റിന് തൊട്ട് മുമ്പായിട്ടാണ് എഫക്ട്സ് എന്നുള്ള ഓപ്ഷൻ. ഞാനിപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് ജസ്റ്റ് സെലക്ട് ചെയ്തത്. അതിനുശേഷം ഇവിടെ നമുക്ക് മാനുവലായിട്ട് ഇതിനകത്ത് ട്രാൻസ്പെറൻസിയും അതുപോലെ തന്നെ മാനുവലായിട്ട് നമുക്ക് കൂട്ടാൻ സാധിക്കുന്നതാണ്. ഡയറക്ഷനൊക്കെ നമുക്ക് ഇതിലൂടെ തന്നെ കൂട്ടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇച്ചിരി അതിൻ്റെ ഇത് കൂട്ടുകയാണ്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയിട്ട് അത്യാവശ്യം ക്ലാരിറ്റി ഉള്ളതായിട്ട് വരുന്നത് അത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ജസ്റ്റ് കറക്റ്റായിട്ട് അത് ഇച്ചിരി കൂട്ടുകയാണ്. അതിനുശേഷം ബ്ലറും കുറച്ച് ഞാൻ ഇതാക്കുവാണ്, കൂട്ടി ഇൻക്രീസ് ചെയ്യുവാണ്. അതിനുശേഷം ഇവിടെ ട്രാൻസ്പെറൻസി ഞാൻ ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് ഇൻക്രീസ് ചെയ്ത ശേഷം ഇതിപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് ഫ്രണ്ടിലാണ് വന്ന് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഹൈക്കിംഗ് എഴുതിയിരിക്കുന്ന ഫ്രണ്ടിലാണ് വന്ന് കിടക്കുന്നത്. നമുക്ക് ഫ്രണ്ടിലല്ല വേണ്ടത് ഹൈക്കിംഗ് എന്നുള്ളത്, നമുക്ക് നടുക്കാണ് വേണ്ടത്. അതായത് നമ്മൾ ആദ്യമേ ആഡ് ചെയ്ത ഇമേജിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് ഇമേജിൻ്റെയും സെൻട്രലായിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഹൈക്കിംഗ് എന്നുള്ള ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് അതിൻ്റെ സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യുവാണ്. ഹൈക്കിംഗ് എന്നുള്ളതിൻ്റെ സൈസ് ജസ്റ്റ് ഇൻക്രീസ് ചെയ്ത് നമ്മൾ അത് ഫിറ്റ് ആകുന്ന രീതി, അതായത് കറക്റ്റായിട്ട് ആ ഇമേജിന് കറക്റ്റായിട്ട് ഫിറ്റ് ആകുന്ന രീതിയിൽ തന്നെ നിങ്ങൾ അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്ത ശേഷം ഇനിയിപ്പോൾ നമുക്ക് ആ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഹൈക്കിംഗ് എന്നുള്ള ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് നമുക്ക് സെൻറ്ററിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ നോക്കി കാണാൻ സാധിക്കുന്നതാണ് ഹൈക്കിംഗ് എന്നുള്ള ഇത് ഞാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് മുകളിലേക്ക് ആക്കിയിട്ടുണ്ട്. മുകളിലേക്ക് ആക്കിയ ശേഷം ഞാൻ ആ ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് താഴോട്ട് മാറ്റിയിട്ടുണ്ട്.
അതിനുശേഷം നമ്മൾ ഹൈക്കിംഗ് എന്നുള്ള നമ്മൾ ഹെഡിൻ്റെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് മുകളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നോക്കി കാണാൻ സാധിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഇവിടെ ലെയർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നത്. ലെയർ എന്നുള്ള ഓപ്ഷനിൽ ഇവിടെ നമുക്ക് ബ്രിങ് ടു ഫ്രണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ബ്രിങ് ടു ഫ്രണ്ട് എന്നുള്ള ഓപ്ഷൻ അടിച്ച് കഴിയുമ്പോഴത്തേക്കും കണ്ടോ നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ ആ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ആഡ് ചെയ്ത ഇമേജ് ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഹൈക്കിംഗ് നടുക്കായിട്ട് സെൻറ്ററായിട്ട് കിടപ്പുണ്ട്. അതുപോലെ നമ്മുടെ ഒറിജിനൽ ഫോട്ടോ ഫസ്റ്റായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്കത് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ നമുക്ക് ഏത് ഇതിനകത്തും ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വീഡിയോക്കകത്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇമേജിനകത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോക്കകത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേറെ ഒന്നുമില്ല. ജസ്റ്റ് ആനിമേഷൻ എന്നുള്ള ആ ഓപ്ഷൻ കൊടുത്താൽ മതി. അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എത്ര വീഡിയോസ് എത്ര ഇമേജസ് ഒക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നല്ല സ്റ്റൈലായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ വേറൊരു ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ട്രാവൽ എന്നുള്ള ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എഫക്റ്റിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ആനിമേഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആനിമേഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഒരുപാട് ആനിമേഷൻ വന്ന് കാണാൻ സാധിക്കുന്നതാണ്. എഫക്റ്റിൻ്റെ തൊട്ടിപ്പുറത്തുള്ള അത് ബ്രീത്ത് എന്ന് ഇവിടെ കിടക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ആഡ് ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആനിമേഷൻ എന്ന് കാണിക്കും, ഇതിനകത്ത് ആനിമേഷൻ ആയിരിക്കും കാണിക്കണേ. അപ്പോൾ അതിനുശേഷം ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആനിമേഷൻ ഇഷ്ടംപോലെ ആനിമേഷൻ കാണുന്നതായിരിക്കും. അപ്പോൾ ഇതിലേത് വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓരോന്നും നിങ്ങൾ അടിച്ചു നോക്കാൻ നേരത്ത് അതിനനുസരിച്ചുള്ള ഇത് കണ്ടോ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. അതിനനുസരിച്ച് അത് വ്യത്യാസമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല പ്രൊഫഷണൽ രീതിയിൽ നമുക്ക് ക്യാൻവ വഴി മേക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ക്യാൻവയെക്കുറിച്ച് ഞാനിപ്പം ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്യാൻവയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടോ ചോദിക്കാം. കാരണം ഏറ്റവും നല്ല ഒരു എഡിറ്റിംഗ് പവർഫുൾ ടൂളാണ് ക്യാൻവ. അപ്പോൾ ഇതിനകത്തൂടെ നമുക്ക് നല്ല തന്നെ മേക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. മിക്കവർക്കും ഇതിനെക്കുറിച്ച് അറിയില്ലാത്തതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ക്യാൻവ ഉപയോഗിച്ച് ആനിമേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് സ്പെഷ്യൽ എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തൂടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ക്യാൻവയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. ഞാൻ തീർച്ചയായും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ AI ടൂൾ ഇപ്പോൾ നമുക്ക് ഒരുപാട് AI ടൂളുണ്ട്. നമ്മൾ എന്തടിച്ചു കൊടുത്താലും അതിനനുസരിച്ച് വീഡിയോ മേക്ക് ചെയ്ത് തന്നെ ഒരുപാട് AI ടൂളുണ്ട്. അപ്പോൾ AI ടൂൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓരോ ദിവസവും പുതിയ AI ടൂളുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ തീർച്ചയായും വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായും അത് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ എന്നോട് ചോദിക്കാൻ സാധിക്കുന്നതാണ്.